എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. സൂക്ഷ്മമായ പരിശോധന നടത്തിയിട്ടും മസ്റ്ററിംഗ് അടക്കമുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കിയിട്ടും ഗസറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കം ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഇടം പിടിച്ചതിൽ രേഖകളിൽ കൃത്രിമം കാണിക്കലടക്കം ഗുരുതര വീഴ്ചയുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കോട്ടക്കൽ നഗരസഭയിൽ 45 ലക്ഷത്തിലധികം രൂപ വില വരുന്ന BMW കാർ ഉടമ വരെ 1600 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങിയതായി ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കർശനമായ പരിശോധനയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ അപേക്ഷയിൽ മറ്റേതെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങളോ പെൻഷനോ കൈപ്പറ്റുന്നുണ്ടോ എന്ന് രേഖപ്പെടുത്തേണ്ട കോളമുണ്ട്. ഇതിൽ വ്യാജ പ്രസ്താവന ചേർത്താണ് ജീവനക്കാർ പദ്ധതിയിലെ ഗുണഭോക്താക്കളായത്. ക്ഷേമ പെൻഷനിൽ അനർഹരെ ഒഴിവാക്കുന്നതിന് സമയാസമയങ്ങളിൽ കർശനമായ പരിശോധന നടക്കുന്നുണ്ട്. എന്നാൽ സർക്കാരിന്റെ ഭാഗമായവർ തന്നെ ക്രമക്കേടിൽ കണ്ണിയായത് ഗൗരവകരമായിട്ടാണ് ധനവകുപ്പ് കാണുന്നത്. ഇത്രയധികം പേർ എങ്ങനെ പദ്ധതിയിൽ കയറിക്കൂടി എന്നത് കണ്ടെത്തുകയാണ് ഇനി ധനവകുപ്പിന് മുന്നിലുള്ള വലിയ ദൗത്യം. 1458 പേരാണ് 1600 രൂപ വീതമുള്ള പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർ. ഇവർക്ക് 1600 രൂപ ഒരു മാസത്തെ പെൻഷൻ നൽകുന്നതിലൂടെ സർക്കാരിന് നഷ്ടമായത് 23,32,000 രൂപയാണ്. ഈ ഇനത്തിൽ ഇവർക്ക് മാത്രം തന്നെ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് നഷ്ടമായിട്ടുള്ളത്. എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര മാസമായി ഇവർ പെൻഷൻ വാങ്ങുന്നു എന്ന് വിവരം സമാഹരിച്ചാലേ ആകെ നഷ്ടം കൃത്യമായി കണ്ടെത്താനാവൂ. ഇതിനുള്ള നടപടികളിലേക്ക് ധനവകുപ്പ് കടന്നിട്ടുണ്ട്. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് 900 കോടി രൂപയാണ് വേണ്ടത്. സർക്കാർ ഏറെ വിയർത്താണ് ഓരോ മാസവും ഈ തുക കണ്ടെത്തുന്നത്. പെൻഷൻ കമ്പനിക്ക് മറ്റ് ധനസ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്താണ് മിക്കവാറും പെൻഷൻ വിതരണം ചെയ്യുന്നത്. എന്നിട്ട് പോലും 4 മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക 2026 മാർച്ച് ഏപ്രിലോട് കൂടിയേ കൊടുത്തു തീർക്കാനാകൂ എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വളരെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന സംരംഭത്തിലാണ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റുന്നവരടക്കം സർക്കാർ ജീവനക്കാർ നുഴഞ്ഞു കയറിയത്. അതിനുള്ള സാധ്യത പറയുന്നത് ഇങ്ങനെയാണ്. 60 വയസ്സ് പ്രായപരിധിയാണ് ക്ഷേമ പെൻഷൻ പദ്ധതിയിലേക്ക് അംഗമാകാനുള്ള പ്രധാന മാനദണ്ഡം. സർക്കാർ ജീവനക്കാർ എങ്ങനെ പദ്ധതിയിൽ അംഗമായി എന്നതാണ് പ്രധാന ചോദ്യം. വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ തുടങ്ങിയവയാണ് മറ്റു ക്ഷേമ പെൻഷൻ പദ്ധതികൾ. ഇതിൽ ചേരുന്നതിന് പ്രായപരിധി ബാധകമല്ല. മുമ്പ് വിധവാ പെൻഷനും വികലാംഗ പെൻഷനും വാങ്ങിയിരുന്നവർ സർക്കാർ ജോലി കിട്ടിയപ്പോൾ പെൻഷൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സാധ്യത. സർക്കാർ ജീവനക്കാരല്ലാതെ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്ന സാധാരണക്കാരും ഉണ്ട് എന്നാണ് കണ്ടെത്തൽ. അവരുടെ പരിശോധനയാണ് ഇന്ന് തുടങ്ങിയത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകിയിരുന്നത്. എന്നാൽ 7 വർഷത്തിനപ്പുറം 20 ലക്ഷം പേർ കൂടി അധികമായി പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇന്ന് പരിശോധന നടന്ന കോട്ടക്കൽ നഗരസഭയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടിൽ ധനവകുപ്പ് കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ച ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം. കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ അന്വേഷണത്തിന്റെ തുടർച്ചയായിരിക്കും വിജിലൻസ് അന്വേഷണം. 7ാം വാർഡിൽ 42 ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ കിട്ടുന്നത്. ഇതിൽ 38 പേരും അനർഹരാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ജീവിക്കുന്നവരാണ് പെൻഷൻ പട്ടികയിൽ കൂടിയിട്ടുള്ളത്. BMW കാർ ഉടമ വരെ പെൻഷൻ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഒരു വാർഡിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗത്തിന്റെ നിഗമനം. കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ് പെൻഷൻ അനുവദിക്കാറുള്ളത്. പഞ്ചായത്തിൽ നിന്നും ഫീൽഡ് ഓഫീസർമാർ വീടുകളിലെത്തി പരിശോധന നടത്താറുണ്ട്. വീടും ചുറ്റുപാടും സൗകര്യങ്ങളും നിരീക്ഷിച്ച ശേഷമാണ് പെൻഷൻ അനുവദിക്കാറുള്ളത്. 1 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്കാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളത്. അതുപോലെ വീട്ടിൽ അത്യാധുനിക സൗകര്യങ്ങൾ, AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് എങ്കിലും സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷന് അർഹതയില്ല. അതേസമയം ക്ഷേമ ബോർഡുകളിൽ അംശാദായം നേടിയെടുത്തിട്ടുള്ള വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ മാനദണ്ഡങ്ങൾ ബാധകമല്ല. അവർക്ക് സൗകര്യങ്ങൾ ഉണ്ട് എങ്കിലും ആ പെൻഷന് അർഹതയുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും കർശനമായിട്ടുള്ള പരിശോധന എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഉണ്ടാകും. അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ
ആ പെൻഷൻ റദ്ദാക്കുക തന്നെ ചെയ്യും. നടപടിയും ഉണ്ടാകും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.